വാർത്തകൾ തുടരുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനും നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ മുൻ ചെയർമാനുമായ ആനന്ദ്കുമാർ അടക്കം 5 പേർ പ്രതികളാകുമെന്ന് പോലീസ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പാതിവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനും അനന്തുവിനെ ചുമതലപ്പെടുത്തി കോൺഫെഡറേഷന്റെ ബൈലോ ഭേദഗതി ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനും നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ മുൻ ചെയർമാനുമായ ആനന്ദ്കുമാർ അടക്കം 5 പേരാണ് പോലീസിന്റെ പ്രതി ലിസ്റ്റിലുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യം മുതലേ ഈ ഒരു കേസിൽ ആനന്ദ്കുമാറിനെതിരെ ഒരു തട്ടിപ്പിൽ പ്രതിയാണെന്നുള്ള രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ അതിലേക്ക് തന്നെയാണ് പോലീസ് ഊന്നി പരിശോധിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിനെയും പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ ആനന്ദ്കുമാറിനെയും ഈ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് അനന്തു കൃഷ്ണന്റെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിനെ മൂവാറ്റുപുഴയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിച്ച ഈ ഒരു കേസിനെ പറ്റി കൂടുതൽ അന്വേഷണങ്ങളും തെളിവെടുപ്പും നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടെയിരുന്ന ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ കൂടെയുള്ളായിരുന്ന സഹപ്രവർത്തകർ അല്ലെങ്കിൽ ജീവനക്കാരുടെ മുൻപിൽ വെച്ചാണ് തെളിവെടുപ്പ് കൃത്യമായി നടത്തത്. 800 കോടിയിലധികമാണ് അനന്തു കൃഷ്ണന്റെ കൈവശമുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പിലൂടെ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾക്കുള്ളിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. അനന്തു കൃഷ്ണൻ വളരെ വിദഗ്ധമായ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ മുൻനിരയിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു വിധത്തിൽ ഒരു സംശയം അല്ലെങ്കിൽ അവരെ യാതൊരു വിധത്തിൽ ഇതിനകത്ത് ഇടപെടാത്ത രീതിയിൽ തന്നെ അവർക്കൊരു സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ 800 കോടി രൂപ അല്ലെങ്കിൽ അതിലധികം തട്ടിയെടുത്തു എന്ന് വേണം പറയാൻ. പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 800 കോടി രൂപ എന്നതാണ്. സംസ്ഥാനത്തൊട്ടാകെ 33,000 കേസുകളാണ് അനന്തുവിനെതിരെ നിലവിലുള്ളത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ കേസ് കയ്യിലെടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മൂവാറ്റുപുഴ പോലീസ് തന്നെയാണ് കേസ് അന്വേഷണത്തിൽ തുടരുന്നത്. റിമാൻഡിലെടുത്ത് അയാളെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ കടക്കുമ്പോഴും ഇത്തരം ഒരു വിഷയം സംസ്ഥാനമൊട്ടാകെയുള്ള ഒരു പരാതിയിൽ പെടുമ്പോൾ ഈ ഒരു 33,000 പരാതികൾ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇനിയും ചിലവർ പരാതിപ്പെടാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും നിർണായകമായ സംഭവം വടക്കൻ പറവൂരില് 500-ലധികം ആൾക്കാരാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക എന്നൊരു ആശയത്തോടെ രംഗത്ത് വന്നിരിക്കുന്നത്. 500-അധികം ആൾക്കാർ ഈ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. ആ പരാതിയുമായി ഇങ്ങനെ നിരവധി ആൾക്കാരാണ് ഉണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ 800 കോടി എന്ന് പറയുമ്പോൾ ഈ 14 ജില്ലകളൊട്ടാകെ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ മാത്രം 2,500 പരാതികളാണ് എത്തിയിരിക്കുന്നത്. വിവിധ രീതിയിൽ കൃത്യമായും വ്യക്തമായും വീക്ക്നെസ് പോയിന്റ് മനസ്സിലാക്കിയാണ് ഇയാളുടെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തയ്യൽ മെഷീനും ലാപ്ടോപ്പുകളും അങ്ങനെ നിരവധി പേരിൽ പാതിവില എന്നൊരു ആശയം എത്തിച്ച് പകുതി വിലയിൽ എത്തിക്കുമ്പോൾ ഉറപ്പായും എല്ലാവരും ഈ ഒരു സാധനം വാങ്ങുമെന്നറിയാൻ പകുതി വിലയ്ക്കാണ് സാധനം വാങ്ങുന്നതുള്ളൊരു ഇതിൽ പലരെയും ചൂഷണം ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിലവിൽ അനന്തുകുമാർ, ഷീവ സുരേഷ്, ബീന സെബാസ്റ്റ്യൻ, ജയകുമാർ, പ്രസാദ് എന്നിവരെ ഈ കേസിലെ പ്രതികളാക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ പ്രതികളായി തന്നെയാണ് മൂവാറ്റുപുഴ പോലീസും കണക്കിലാക്കുന്നത് വേണം മനസ്സിലാക്കാൻ. തട്ടിപ്പിൽ ഉണ്ടാക്കിയ പണം കമ്പനിയിലേക്കാണ് ഇയാൾ മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലും കോട്ടയത്തും നടത്തിയ പരിശോധനയിൽ 5 പ്ലോട്ടുകൾ അല്ലെങ്കിൽ 5 ഭൂമി ഇടപാടുകളാണ് ഇയാൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. പല രീതിയിലും ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഈ പൈസ പിടിക്കപ്പെടാതിരിക്കാനായി പല രീതിയിൽ ഭൂമി ഇടപാടുകളും സഹോദരിയുടെയും അദ്ദേഹത്തിന് അനന്തു കൃഷ്ണന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കും പല രീതിയിലുള്ള പൈസ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പെടാൻ പോകുന്നത് പ്രമുഖ നിരയിലുള്ള രാഷ്ട്രീയത്തിലെ പ്രമുഖ നിരയിലുള്ളവരെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സംഭവത്തിൽ അവരെയും ഊന്നിക്കൊണ്ട് തന്നെയാണ് പല പരിപാടികൾ അനന്തു കൃഷ്ണൻ നടപ്പിലാക്കുമ്പോഴും പലരെയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫ്ലെക്സ് വെക്കുകയും അതോടൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ ഇവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. പല ഇടപാടുകൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻജിഒ കോൺഫെഡറേഷന്റെ ചെയർമാനായ അനന്തുകുമാറിന് മാസത്തിൽ 10 ലക്ഷം രൂപ ഈ അനന്തു കൃഷ്ണൻ കൈമാറിയതിന്റെ ഡിജിറ്റൽ രേഖകളടക്കം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പല മൊഴികളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ രേഖകൾ, പണമിടപാടുകൾ കൃത്യവും വ്യക്തവുമായി നടത്തിയതിന്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ അനന്തു കൃഷ്ണൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും താൻ പെട്ടു എന്നുള്ളൊരു കാര്യത്തിൽ അനന്തു കൃഷ്ണന് പൂർണ്ണമായും ഒരു ബോധമുണ്ടായിട്ടുണ്ട്. നിലവിൽ അപ്പൊ അതിനെതിരെ ആരൊക്കെയാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നത്.
പ്രമുഖരുടെ നിര പ്രമുഖരായിട്ടുള്ള തട്ടിപ്പുകാരുടെ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് സംഘത്തിൽ ഏർപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് ഇതുവരെയ്ക്കും പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം സംസ്ഥാനത്തൊട്ടാകെ ഭരിക്കുന്ന പ്രമുഖ നിരയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവരിൽ പകുതി പേരുമെന്നും വേണം മനസ്സിലാക്കാൻ. ഈ പറവൂര് നടന്ന സംഭവത്തിൽ പോലും അവിടെ നിന്ന് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തും 500 പരാതിക്കാരിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം VD സതീശൻ അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ എന്നിവരുടെയൊക്കെ MPമാരും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ അടക്കമുള്ളവരുടെ ഫ്ലെക്സ് വെച്ചാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനപ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 500 പേരുടെ പരാതി വടക്കൻ പറവൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോട് തന്നെ ഏകദേശം മൂവാറ്റുപുഴയിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയോട് തന്നെ പനമ്പള്ളി നഗറിലും കളമശ്ശേരിയിലും എത്തി ഒരു തെളിവെടുപ്പ് കൂടെ നടക്കുന്നുണ്ട്. ഈ ഫ്ളാറ്റിലെത്തിയാണ് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കോൺഫെഡറേഷൻ ചെയർമാൻ അനന്ത്കുമാറിലേക്ക് മാത്രം ഈ കേസ് ഒതുങ്ങുന്നതല്ല, മറ്റാരൊക്കെയാണ് ഈ സംഘടനയിലുള്ളത് എന്നൊരു കാര്യത്തിലേക്ക് വ്യക്തത വരേണ്ടതുണ്ട്. പലരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഞാനും അനന്ത്കുമാറും തമ്മിലൊരു ബന്ധമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ കേസിനെ പറ്റി കൂടുതൽ വ്യാപ്തി വരേണ്ടതുണ്ട്, ഞങ്ങൾ കണ്ടുപരിചയക്കാർ മാത്രമാണുള്ളത്, അനന്തുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ അനന്തുവിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ്. പക്ഷെ അനന്തു കൃത്യമായി ഇത് മനസ്സിലാക്കിയതോടുകൂടെ തന്നെ പല പ്രമുഖർക്ക് കൈമാറിയ പൈസകളുടെ രേഖകളടക്കം ഇപ്പോൾ അനന്തു പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു നിർണായകമായ സംഭവമാണ് അനന്തു കൃഷ്ണൻ കൈമാറിയ മാസത്തിൽ 10 ലക്ഷം രൂപയുടെ ഒരു രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ സംഭവം വാട്സപ്പ് ചാറ്റുകളുടെ വിശദീകരണം ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. മൊഴിയെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അശോക ഫ്ളാറ്റിൽ കണ്ടെത്തിയ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലൊരു കൂടുതൽ നിർണായകമായ ഒരു തലത്തിലേക്ക് തന്നെയാണ് ഈ സംഭവം പോകുന്നത്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ മൂവാറ്റുപുഴ പോലീസാണ് ഈ കേസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു ക്രൈംബ്രാഞ്ച് തലത്തിലേക്ക് പോകേണ്ട കേസാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ഉത്തരം അത് തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഒരു കേസ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഒട്ടാകെ ഒരു വ്യക്തി ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ 33,000 പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പരാതിയല്ല. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇതിൽ അന്വേഷിക്കുന്നില്ല? തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണം. അനന്തുവിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ പ്രമുഖരാണ് എന്നുള്ള രീതിയിലേക്കും കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ ഉച്ചയ്ക്ക് ശേഷം പനമ്പള്ളിയിലും കളമശ്ശേരിയിലും പറവൂരിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിക്ക് സമീപത്തുള്ള ഇയാളുടെ ഒരു ഫ്ളാറ്റ് ഉണ്ട് അനന്തുവിന്റെ. ഈ ഒരു ഫ്ളാറ്റിലൊക്കെ എത്തിയ രേഖകൾ ഉൾപ്പെടെയെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. കേസിൽ കൂടുതൽ നിർണായകമായ ഒരു വഴിയിലേക്ക് തന്നെയാണ് വൃന്ദ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി രേണുക.